ഇപ്പൊ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ സൈഡിൽ കൂടെ പോകണം അല്ലേ? നഗരത്തിന്റെ സുരക്ഷിതമായ ബണ്ടും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ആ സൈഡിൽ അധികാരം ഇതിപ്പോ അവരിട്ടിരിക്കുന്നതാണ് വേലിക്കല്ല്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വസ്തുവാണ്, അത് സർക്കാർ അടിസ്ഥാനത്തിലുള്ള. അപ്പൊ ഇവിടെ ഈ വേലിക്കല്ലിട്ട് ഇതിലെ മാത്രം നടന്നോ, ബാക്കി സ്വന്തമാക്കി വെച്ചിരിക്കുക. 3 മീറ്ററുള്ള യുഗാന്തരങ്ങൾ വഴക്കമുള്ള നടപ്പാതയാണ്. ദേവീ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു വഴി ഇതേ ഉള്ളൂ. നമസ്കാരം, ഞാനിപ്പോ നിൽക്കുന്നത് പുതുപ്പള്ളി എരമന്നൂർ പാലത്തിലാണ്. എൻ്റെ ഈ തൊട്ട് പുറകിൽ ഒരു റോഡുണ്ട് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്ക് പുതുപ്പള്ളിയിൽ നിന്ന് ആൾക്കാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നത് ഈ വഴിയാണ്. എന്നാൽ ഇന്നത് സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുകയാണ്. അപ്പം നമുക്കതിൻ്റെ വാർത്തയിലേക്കൊന്ന് പോകാം. ഇത് ഇരവന്നൂർ പാലം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡിൽപ്പെട്ട കൊച്ചാലുമൂട് പ്രദേശമാണ്. ഇത് ഒരു പാടശേഖരമാണ്. പാടശേഖരത്തിൻ്റെ സമീപത്തോടുകൂടി 3 മീറ്റർ വീതിയിൽ ഒരു നടപ്പാതയുണ്ട്. നടപ്പാത എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. കാരണം ഇതിൻ്റെ തൊട്ട് സമീപത്താണ് പനച്ചിക്കാട് ക്ഷേത്രം. പണ്ട് കാലത്ത് പനച്ചിക്കാട് ക്ഷേത്രത്തിൽ പോകുന്നവർ ഈ പാലത്തിൻ്റെ അവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് നടന്നാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിലെ ഒരു 3 മീറ്റർ വീതിയിൽ സാമാന്യം നല്ല രീതിയിലൊരു വഴി തന്നെയാണ്. അപ്പോൾ ആ വഴി ഇന്ന് ഒരു സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുകയാണ്. അടച്ചു കൂടാതെ തന്നെ അവിടെ ഒരു ഗേറ്റും പണിതിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പാടശേഖര സമിതി അവർ രേഖാമൂലം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഒരു പരാതി കൊടുത്തു. ആ പരാതി പ്രകാരം പ്രസിഡന്റ് ഇവിടെ വരികയും ഇത് കയ്യേറ്റമാണെന്ന് ബോധ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഈ ഗേറ്റ് അടക്കം എല്ലാം പൊളിച്ചു മാറ്റാൻ വേണ്ടി പ്രസിഡന്റ് ഉത്തരവിട്ടിട്ടാണ് പോയത്. എന്നാൽ ഈ സ്ഥലത്തിൻ്റെ ഉടമ ഇതുവരെ ആ ഗേറ്റ് പൊളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പാടശേഖര സമിതിയുടെ ആൾക്കാരെല്ലാം ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ ഈ വാർഡിൽ മെമ്പറുണ്ട്, പ്രിയാകുമാരിയുണ്ട്. അതോടൊപ്പം തന്നെ എരമല്ലൂർ സ്വദേശിയും അതുപോലെ തന്നെ പുതുപ്പള്ളി പള്ളം ബ്ലോക്കിൻ്റെ പ്രസിഡന്റുമായ ലതാകുമാരി സരിമോനും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരടക്കം അവർക്ക് പറയാനുള്ള കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ ഇതിൻ്റെ ഇടത് സൈഡിലും ഒക്കെ ചെറിയ ബണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കൃഷി നടക്കുമ്പോൾ നെല്ലൊക്കെ ഇങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഇടത് സൈഡിൽ കെട്ടിയ പോലെ തന്നെ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇതെല്ലാം കയ്യേറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പാലത്തിൻ്റെ സമീപത്ത് PWDയുടെ സ്ഥലം വരെയാണ് കയ്യേറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവുകയും അവിടുത്തെ ആ ദൃശ്യങ്ങളെല്ലാം ഒന്ന് കാണുകയും ആ ഗേറ്റ് വെച്ചിരിക്കുന്നതെല്ലാം കാണുകയും ചെയ്യാം. ഇതൊക്കെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മാത്രം നടക്കുള്ളല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേനാണ് കഷ്ടം തോന്നുന്നത്. കാരണം പുതുപ്പള്ളിയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിരിക്കുകയാണ്. നമ്മുടെ മിക്ക സ്ഥലത്തും വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴത്തേന് മിക്കയിടത്തും കയ്യേറ്റം മാത്രമേ കാണുന്നുള്ളൂ. 5 സെന്റും 3 സെന്റും 2 സെന്റും ഉള്ള വീടുള്ളവർ ഒരു കയ്യാലയുടെ കല്ലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ അധികാരികൾ വരും, അവിടെ ബഹളം ഉണ്ടാക്കും. ഇതിനൊന്നും ആരും കാണുകയില്ല, കേൾക്കുകയില്ല. അപ്പോൾ ഇതിലെ പോകുമ്പോഴത്തേന് ഇവിടെ JCB കൊണ്ട് അപ്പോൾ പുതുപ്പള്ളി പള്ളി പെരുന്നാളിൻ്റെ ഒരു മൈക്ക് കെട്ടിരിക്കുന്ന നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെയാണ്. അതുകൊണ്ട് ആ മൈക്കിൻ്റെ സൗണ്ടും കൂടെ കടന്നു വരുന്നുണ്ട്. ഇവിടം വരെ പുറമ്പോക്കാണ്. ഈ തെങ്ങും ഇതോ ഇപ്പൊ ലേലം ചെയ്യുന്നില്ല, ഇത് നമ്പർ ഇട്ടിരുന്നതാ. ഈ 2 തെങ്ങും ഒരു ചെറുക്കുഴി കേയംകോരയുടെ കാലത്ത് ഇവിടം വരെ പഴയ തിരുവിതാംകൂറിന്റെ മന്ത്രി കേയംകോര ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പന്മാർ കൊണ്ടുപോയിട്ടുള്ള ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പിന്നെ പുതുപ്പള്ളി പാലം വിലക്കെടുത്തിട്ട് ഈ ചെളി വെച്ചിട്ടാണ് തിരയുണ്ടാക്കിയത്. ചെറുക്കുഴി വണ്ടി ചെറുക്കുഴി വലിയൊരു വീടൊക്കെ വെച്ച് പെൺപടുത്തേക്ക് രാത്രി പൊളിപ്പിച്ചാണ്. ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ ഏത് വാർഡ് ഇത് വരുന്നത്? 15. ഇത് അപ്പുറം വരുന്നത് അതും 15 വരുന്നത്. 3 മീറ്റർ LDCയുടെ ബണ്ട. ഇറിഗേഷൻ കൃഷി ചെയ്യാം, അടച്ചു കെട്ടാൻ പറ്റിയ അതാ ഏസ.
അല്ല ഇതിലെ നടപ്പാതെ ഉണ്ടായിട്ട് അതൊക്കെ എത്ര വർഷമായി? നമ്മുടെ പണ്ട് വർഷങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് നടപ്പാതെ ഉള്ള. അല്ല പണ്ട് കാലത്ത് എല്ലാവരും ഇവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഇവിടുന്ന് പൊക്കോണ്ടിരുന്നു. പൊക്കോണ്ടിരുന്ന 50 കൊല്ലത്തെ പരിചയം. ആ അതെ അതെ. അവിടുന്ന് ഇതിലെ ഇങ്ങനെ വള്ളത്തെ വന്ന് നടന്നു ഇതിലെ പൊക്കോണ്ടിരുന്നു. 50 കൊല്ലമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഴിയാ. ഈ യുവാന്തരങ്ങൾ പഴക്കമുള്ളതുകൊണ്ട് ഈ പാടശേഖരമുള്ള ഇവിടെ ഈ ചെളി കോരിയിട്ട് വരമ്പ് പിടിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഈ പുള്ളി അനധികൃതമായിട്ട് നികത്തി എടുത്താൽ ഇതൊക്കെ കാണുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ എല്ലാം കയ്യേറിയിരിക്കുകയല്ലേ. ഇവിടെ ഇവിടെ ഈ സംഭവം വരമ്പ് കുത്തി കൃഷി ചെയ്തതിന് ശേഷം 1971 ആലപ്പുഴ KLDC എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്, കുട്ടനാട് ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആലപ്പുഴ. ഇപ്പൊ ഓഫീസ് ഉണ്ടോന്ന് അറിയാൻ പറ്റില്ല. അവര് കേട്ടതാ ഇത് കേട്ടതാ. ഇവിടെ അക്കരയുള്ള പാറവാസം എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കോൺട്രാക്ടർ കിട്ടുന്നത്. അതിനുശേഷം ഇതിനൊക്കെ കുറെ കൂടെ കൂട്ടുകെട്ടി ആ കൂട്ടത്തിൽ കെട്ടിയ കൂട്ടത്തില് ആ കെട്ടെന്ന് 3 മീറ്റർ ഉള്ളോട്ട് വലിച്ച് പാടക്കാരുടെ സമ്മതത്തോടുകൂടി KLDC തന്നെ ഇവിടുത്തെ ചെളി കയറ്റി മണ്ണിറക്കി 3 മീറ്റർ റോഡ് ഫോം ചെയ്യും. എന്നിട്ട് വാക്കാ പറഞ്ഞ് എഗ്രിമെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, അത് 71-ലേ വാക്കാ പറഞ്ഞത് ഈ പാടത്തിന്റെ പൊതു സ്വത്താണ്, ഇത് സംരക്ഷിച്ചോണം നിങ്ങൾ. സംരക്ഷിക്കാനായിട്ട് പിന്നീട് പല പ്രാവശ്യവും സർക്കാർ തന്നെ പണം മുടക്കി ഈ ഇത് കിളി കോരിയിട്ട് ഇത് മനസ്സിലായില്ല. അതിനെല്ലാം പണം മുടക്കുന്നത് സർക്കാരാണ്. സർക്കാർ പണം മുടക്കുന്നത് പൊതു ആയിട്ടാണല്ലോ, അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. അല്ല, സ്വകാര്യ വ്യക്തിയുടെയാണ് ഒരിക്കലും സർക്കാരിന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അതിനെല്ലാം റെക്കോർഡുള്ളതാണ്. അങ്ങനെ ചെയ്ത് ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ 2.8 കിലോമീറ്റർ ബൗണ്ടറിയുള്ള ഒരു പാടായത് 110 ഏക്കർ. അതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇതിങ്ങനെ വളഞ്ഞ് മൂലക്കോണം കഴിഞ്ഞാൽ ആ പാറക്കടവ് ആ പാടത്തിന്റെ ഇപ്പറയാണ്. അമ്പാട്ടുകടവ് പാടത്തിന്റെ തെക്ക് വശം അത്രയും വരെ വരുന്നുണ്ടല്ലേ. ഈ കരയോട് ചേരുകയാണ്. അത്രയും ബണ്ടുണ്ട് ഇവര്. ഈ പറയുന്ന സ്ഥലത്തൊന്നും ആരും കെട്ടിയടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രദേശത്ത് കിടക്കുന്നത് ഇയാൾക്ക് മാത്രമല്ല ഞാൻ വാങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ 3 മീറ്റർ ഇവിടെ കിടക്കണം, തടയാൻ പറ്റില്ല. ആ ഗേറ്റ് എടുത്ത് അത് മാത്രമേ നമ്മുടെ ആവശ്യമുള്ളൂ. ഡിമാൻഡ്. അതിനകത്ത് തെറ്റുണ്ടോ? ഇല്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല. കഴിഞ്ഞ ദിവസം മെമ്പറെ ഇത് പഞ്ചായത്തിൽ വന്നല്ലേ ഈ കാര്യം, പഞ്ചായത്ത് ചർച്ചയ്ക്ക് വന്നല്ലേ വന്ന്. അല്ല, അന്നേരം പ്രസിഡന്റ് ഇവിടെ വന്ന് കണ്ടല്ലേ. പ്രസിഡന്റ് കണ്ടപ്പോഴത്തേന് ഇത് എടുത്ത് മാറ്റണമെന്ന് അവർക്ക് പറഞ്ഞ്, അതുകൂടാതെ പഞ്ചായത്ത് വേണ്ടി ഇവരെ വിളിപ്പിക്കുകയാണ് ചെയ്തായിരുന്നല്ലോ. ആണോ? മാറ്റിയിട്ടില്ല. ഇവിടെ പണ്ടൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു, നേരാണോ ഈ സംഭവം? ഇതിലെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയിരിക്കും അല്ലേ? അതെ അതെ. ഇത് പറമ്പിലോട്ട് കയറ്റിയിട്ട് ഈ പാട് 110 ഏക്കർ കമ്പനി വാസി എന്ന് പറഞ്ഞ് പാടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മേഖലയുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഈ പാടശേഖരത്തിന്റെ ബണ്ട് കെട്ടി ഒരു കൺവീനറാണ്. അത് കഴിഞ്ഞ് ഈ ബണ്ടിന്റെ സുരക്ഷിതത്തിന് വേണ്ടി 3 മീറ്റർ കട്ടയിട്ട് നിർത്താൻ അത് പഞ്ചായത്തിന്റെ ഫയലുണ്ട്. ഓരോ ബണ്ടിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പാടശേഖരത്തെ ഉടമസ്ഥന് 30 അന്നത്തെ കാലത്ത് 30 രൂപ വെച്ച് 1 കിലോ 1 മീറ്ററിന് കൊടുത്ത് 110 ഏക്കർ 2.25 മൈലുണ്ട്, 2.5 കിലോമീറ്റർ. അവിടെ മൈലും 3 മീറ്റർ മണ്ണിന്റെയും പാടത്തിന്റെ കൃഷിക്ക് സുരക്ഷിതമായ രീതിയിൽ നിർത്തിയിട്ടിരിക്കുന്ന പാടശേഖരമാണ്.
കാന്തമ്പത്തങ്കേരി. അതെ. ആ. അത് കഴിഞ്ഞ് അവാർഡ് സ്കീം വന്നു. 33 ലക്ഷം രൂപയ്ക്ക് ഈ ബണ്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി അവാർഡ് സ്കീം വന്നു. 1 മീറ്ററിന് 9,000 രൂപ വരും. അത് പാടത്തിന്റെ അകത്തുനിന്ന് കട്ട എടുത്തിട്ട് ഉറപ്പിച്ച ബണ്ടാണ് ഈ കിടക്കുന്നത്. ആ ബണ്ടാണ് നിലവിൽ. ഇതിന്റെ എല്ലാ ഫയല് പഞ്ചായത്ത് നിക്ഷിപ്തമുണ്ട്. ആ ഫയലുകളെല്ലാം കാന്തമ്പത്തങ്കേരിയുടെ വികസനത്തിന്, കൃഷിയുടെ വികസനത്തിന് വേണ്ടി അത് അതിന്റെ ഫയലുകൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മെമ്പർമാർ ഉൾപ്പെട്ട് അതിന്റെ ഒരു എൻക്വയറി നടത്തുവാണ്. ഫുൾ ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടും, ഗവൺമെന്റിൽ നിന്ന് കിട്ടും, അവാർഡിൽ നിന്ന് കിട്ടും. പിന്നെ എങ്ങനെയുള്ള അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ഈ പാടത്തിന്റെ കൃഷിക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഈ ഫണ്ടിന്റെ സുരക്ഷിതം സർക്കാർ കാത്തുസൂക്ഷിക്കാണ്ട് വേണ്ട നടപടി സ്വീകരിക്കണം. പിന്നെ തീർച്ചയായിട്ടും കാന്തമ്പത്തങ്കേരി പാടത്തേക്കും അമ്പാട്ട് കടവിലേക്കും പോകുന്ന വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന വഴിയാണ്. തീർച്ചയായിട്ടും ഇന്നും ഇന്നലെയൊന്നും ഉള്ളതല്ല. ഇതിനു മുമ്പ് ഇത്രയും പൈസ മുടക്കി പണ്ട് വീതി കൂട്ടി 3 അടി വീതി നല്ല ഒന്നാമതായിട്ടുള്ള ഒരു വഴി യാത്ര ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 3 മീറ്റർ വീതിയിൽ വഴിയുള്ളതാണ്. പക്ഷെ ഇപ്പം ഇറക്കി കെട്ടിയിരിക്കുന്നു. എല്ലാവരും ഇപ്പം എപ്പോഴും ഇതുവഴി വരുന്നില്ലല്ലോ. കൃഷിക്ക് ആവശ്യത്തിനായിട്ട് പോകേണ്ടതാണ്. യാതൊരു കാരണവശാലും ഈ വഴി അടയ്ക്കാൻ വീട് ചെയ്തിരിക്കുന്നത് ന്യായമായ ഒരു കാര്യമല്ല. അതിനകത്ത് പരാതികൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 15-ാം വാർഡ്, ഇപ്പോഴത്തെ 16-ാം വാർഡിലെ കാളിമല കുന്നിലെ വെള്ളത്തിന് കൊടുക്കുന്നത് ഇവിടുന്ന് വെള്ളം പോകുന്നതാണ്. ഇവിടെ ഒരു കുളമുണ്ട്, കണ്ണകുളങ്ങര ഒരു കുളമുണ്ട്. കാളിമലയിലോട്ട് ഇവിടുന്നാണ് കുടിവെള്ളം. കണ്ണകുളങ്ങര അമ്പലത്തിന്റെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നാണ് വെള്ളം അടിച്ചാണ് കാളിമല കുന്നിലേക്ക് വെള്ളം പോകുന്നത്. ആ വെള്ളം കുളത്തിൽ വെള്ളം ഉണ്ടാകണമെങ്കിൽ ഇവിടുന്ന് കണ്ണകുളങ്ങര വാച്ചാറുണ്ട്. ഇതിൽ നിന്ന് പാലം കണ്ണകുളങ്ങര വാച്ചാലും നല്ല വീതി ഉണ്ടായിരുന്ന വാച്ചാലാണ്. വർഷങ്ങളായിട്ട് ഇപ്പൊ അതിന്റെ വീതി പറഞ്ഞു ചാടിക്കിടക്കാവുന്നതുപോലെ വെള്ളം കയറിപ്പോണം. അതിന്റെ പുറകെ നടന്ന് നമ്മളതിന്റെ പുറമ്പോക്ക് കുറ്റപ്പെടുത്തി എടുക്കുമ്പോൾ അത് പലരും കേസ് കൊടുത്തിട്ട് അവസാനം കളക്ടർ ഓർഡിട്ടു. അത് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു ഫണ്ട് വെച്ചു. 10 കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സ്റ്റേ ആയിട്ട് നിന്നു പോയതാണ്. വീണ്ടും അത് സ്റ്റേ മാറിക്കഴിഞ്ഞ് 8 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങളുടെ ഭരണം മാറി ഫണ്ട് മാറ്റിയായിരുന്നു. പക്ഷെ അതുണ്ടായെങ്കിലേ കാളിമല കുന്നിലെ കുടിവെള്ള പദ്ധതിക്ക് കുടിവെള്ളത്തിന് ക്ഷാമത്തിന് ഒരു പരിഹാരം ഉണ്ടാകുക. ആ കുളം കണ്ണകുളങ്ങര അമ്പലത്തിനുള്ളിൽ വാച്ചാൽ ചെല്ലുന്ന റോഡാണ്. അങ്ങനെ അതുമില്ല. എല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ്. അല്ല, ഈ പുറമ്പോക്ക് വ്യാപകമായിട്ട് കൈയേറിയ കൊണ്ടല്ലേ ഈ വെള്ളപ്പൊക്കങ്ങൾ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഉണ്ടാകും. ഇവിടുത്തെ ഒറ്റ മഴ പെയ്താൽ ആദ്യം ഈ പഞ്ചായത്തിൽ വെള്ളം കയറുന്ന ഈ അമ്പാട്ടുകടവ്, കാരവത്തുകടവ് റോഡ് ഈ പുറമ്പോക്ക് കൈയേറ്റം തന്നെയാണ്. റോഡ് പുറമ്പോക്കും എല്ലാം കൈയേറി ഈ പ്രദേശത്ത് തന്നെ വ്യാപകമായിട്ട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വൈരാഗ്യം ഇതോട് കാണിക്കുന്നവരെയാണെന്ന് അത് മനസ്സിലാക്കുന്നത്. കൊള്ളരുതായ്മ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വളരെ നിയമവിരുദ്ധമായ പരിപാടിയാണ്. ആളുകൾ തയ്യാറല്ല. കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ ഇത്രയും 100 ഏക്കറാണ് അവിടുത്തെ പാടം. ഒരിക്കൽ പോലും കൃഷി പൂർണ്ണമായിട്ട് മുടങ്ങാത്ത ഒരു പാടമാണ് കാന്തമ്പത്തങ്കേരി പാടം. അതും അവിടെ പുറത്തുനിന്ന് ആളുകൾ നല്ല ചെയ്യുന്നത്. അവിടുത്തെ കർഷകർ, ഈ നാട്ടിലുള്ളവരാണ് അവിടുത്തെ കൂടുതൽ അവിടുത്തെ കർഷകർ. അറിയാം, ഇവിടെ അമ്മാനെ പോലെയുള്ള ഇത്രയും സീനിയറായ റവന്യൂ വകുപ്പിലുള്ള ഒരു കീ പോയിന്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞതിനകത്ത്. ഈ 3 മീറ്റർ കട്ടയിട്ട് നടത്തിയത് ഈ പാടത്തിന്റെ സൈഡിലുള്ള കർഷകൻ സർക്കാരിൽ നിന്ന് അന്നത്തെ കാലത്ത് 1 മീറ്ററിന് 30 രൂപ വാങ്ങിയിട്ടുണ്ടായി. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പൊ പഞ്ചായത്ത് നിക്ഷിപ്തമായി, പഞ്ചായത്ത് നിക്ഷിപ്തമായി ഫയലുണ്ട്. മണ്ണ് പഞ്ചായത്ത് നിക്ഷിപ്തമായി സർക്കാർ കൊടുത്തിരിക്കുന്ന കാശാ. ആ പാടത്തോട് ബന്ധപ്പെട്ടിരുന്ന കർഷകനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കൈമറിഞ്ഞ് വന്നപ്പോ കയ്യിലായിരിക്കും. അത് എടുക്കാണ്, അത് വലിയ എടുക്കാണോ. തീർച്ചയായിട്ടും അന്നത്തെ കാലം 30 രൂപയ്ക്ക് വേണ്ടി വരെ സർക്കാരത്ത് 40-100 രൂപ സ്കെയില്. ഈ മെമ്പറോട് നമ്മള് ഇവര് ഇത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇവര് വഴി അടയ്ക്കുന്നത് ഒന്നും പറയാതെ അവര് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്യുന്നു. അവരുടെ എന്തുമാത്രം സ്ഥലമുണ്ട് ഇവിടെ? അവർക്ക് വർഷത്തില് കൃഷിക്ക് മാത്രമേ ഇത് ഉപയോഗിക്കൂ. അല്ലായ്മാരൊക്കെ അപ്പൊ അവരുടെ കസ്റ്റഡിയിലിരിക്കും, അവര് കൈയേറും. അതിന് വേറെ കാര്യം എന്താന്ന് വെച്ചാല് കണ്ണത്തിന് 1 സെന്റിന് 5000 രൂപ കിട്ടും. ഒരു നിലമാക്കി ഉയർത്തിക്കൊണ്ട് വന്നാൽ ഒരു 2 ലക്ഷം രൂപയായിരിക്കും. നികത്തി കഴിഞ്ഞാൽ വില കിട്ടും. അതിന് ഇവര് കുറേശ്ശെ പക്ഷെ കൃഷിയില്ലാതെ കിടക്കുക കുറെ നാളായിട്ട്. കൃഷിയില്ലാതെ കിടക്കുമ്പോഴത്തേന് നികത്തും, ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ നികത്തി എടുത്തായിട്ടോ. അതന്നെയല്ലേ പുതുപ്പള്ളി ഇപ്പം പല സ്ഥലത്തും ഇതുപോലെ തന്നെ വസ്തു കൈകയറിയിട്ടുണ്ട്. പുറമ്പോക്കെല്ലാം കൈകയറി വ്യാപകമായിട്ട് നികത്തിക്കൊണ്ടിരിക്കുക. എല്ലാം മിക്കയിടത്തും നികത്തിക്കൊണ്ട്
പിന്നെ അതെ അതെ പണ്ട് കാലത്തുണ്ട് ഇറങ്ങിയിട്ട് ആളുകൾ മുഴുവൻ നടന്നു. അതെ അതെ എല്ലാം അന്ന് ഈ റൂട്ടിലായിരുന്നു എല്ലാവരും പൊക്കോണ്ടിരുന്നത്. അത് രണ്ടു പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും സുഖമായിട്ട് നടന്ന വഴിയാണ്. എന്റെ ഒരാൾക്ക് കഷ്ടിച്ച് പോലും പോകാൻ ഇത് ഈ നിലത്തിന്റെ ഉടമസ്ഥൻ 2003 ഒരു കേസ് കൊടുത്ത് അതിനകത്ത് പ്രതിയാണ് ഞാൻ ഹൈക്കോടതിയിൽ. അന്നൊരു ഹൈക്കോടതി ഒരു വിധിയുണ്ട്, PWD പുറമ്പോക്ക് ഒരുത്തരും കൈവശപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളത്. അന്ന് എന്നാ പ്രശ്നമായിരുന്നു അന്ന്? അത് അവിടെ ആ ചെറുക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം നികത്തി അവിടെ അത് കൈവശപ്പെടുത്തി. അതിനെതിരെ പോയി അവിടെ വലിയ കുളമായിട്ട് കിടന്നതാണ്. ഈ തരത്തിൽ ഇയാൾ വന്ന കാലം മുതൽ ഇയാൾ ഈ വസ്തു വന്ന് വാങ്ങിച്ചതാ. വന്ന കാലം മുതൽ ഇയാൾ കയ്യേറ്റക്കാരനാണ്. ഇതിന്റെ ഉടമയുടെ പേരന് മള്ളിയിൽ നിന്നാണോ ഈ വസ്തുവിന്റെ ഉടമയുടെ പേര്? ഉടമയുടെ പേര് അയ്യപ്പ മള്ളിയിൽ. ഏതാ മള്ളിയിൽ? അവരുടെ ഈ സ്ഥലം കിടക്കുന്നത് അങ്ങോട്ട് കിടക്കുന്നത് ഇടക്കാരനകത്ത് കിടക്കുന്നതാ MJF. അങ്ങോട്ടുള്ള കൈത്തോടിന്റെ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതൊരു കുടിവെള്ള പദ്ധതിയാണ്. ഈ എരവില്ല കരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്ത് കാളിമലയിലുള്ള വാട്ടർ ടാങ്കിനകത്തോട് വെള്ളം പമ്പ് ചെയ്യുന്നത് അവിടെ നിർമ്മിച്ച കുളത്തിൽ നിന്നാണ്, കണ്ണകുളങ്ങര മൂലയിൽ നിന്ന്. അങ്ങോട്ടുള്ള വെള്ളത്തിന് ലഭ്യത കുറയുന്ന പരിപാടിയാണ് ഈ കൈത്തോട് ചെറുതാക്കിയതിന്റെ പ്രശ്നം. കാരണം ഈ പുറത്തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ ചെന്നാലേ യഥേഷ്ടം വെള്ളം കിട്ടുകയുള്ളൂ. അതവിടെ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. ആ പ്രദേശത്തുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ശുദ്ധജല ക്ഷാമമുണ്ട്. അത് പരിഹരിക്കപ്പെടാനായിട്ട് ആ തോടിന്റെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടത്. അങ്ങോട്ട് പോകണം. ഇപ്പൊ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഇത്ര വഴി മാത്രമേ ഉള്ളൂ ഇപ്പൊ അല്ലെ നിലവില്? ഇതിവിടെ 3 മീറ്റർ ഇങ്ങോട്ട് എടുക്കേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടാണ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പൊ പുള്ളിയുടെ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ട. അപ്പൊ ഈ കെട്ട പോലും പോകാൻ അനുവദനീയമല്ല. അതെ അതെ. ഇപ്പൊ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ സൈഡിൽ കൂടെ പോണം അല്ലേ? നഗരത്തിന്റെ സുരക്ഷിതമായ ബണ്ടും അതിനോടനുബന്ധിച്ചുള്ള വീടും ആ സൈഡിൽ അത് വിനോദം. ഇതിപ്പം ഈ വേലിക്കല്ലിടാൻ ഇയാൾക്ക് എന്നാ അധികാരം? ഇതിപ്പോ അവരിട്ടിരിക്കുന്നതാണ് വേലിക്കല്ല്. ആർക്ക് അധികാരം? ഇത് ഗവൺമെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വസ്തുവാണ്. അത് സർക്കാർ അടിസ്ഥാനത്തിലുള്ള. അപ്പൊ ഇവിടെ ഈ വേലിക്കല്ലിട്ട് ഇതിലെ മാത്രം നടന്നോ, ബാക്കി സ്വന്തമാക്കി വെച്ചിരിക്കുക. 3 മീറ്റർ ഇത് യുഗാന്തരങ്ങൾ വഴക്കമുള്ള നടപ്പാതയാണ്. ദേവീ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരു വഴി ഇതേ ഉള്ളൂ. കാലങ്ങൾക്ക് ശേഷമാണ് ആ വഴി ഉണ്ടായത്. ആ വഴി ഉണ്ടായിട്ട് ഒരു 35 വർഷത്തിൽ കൂടുതലായോ? ഇല്ല, ഒരു 30 വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല. അത്ര മാക്സിമം മാത്രമേ ഉള്ളൂ. കാര്യം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇതിലെ വള്ളത്തേൽ നടന്നും പൊക്കോണ്ടിരുന്ന ലതാമ്മ വന്ന കാരണത്തോട് അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് അല്ല, ഇത് വ്യക്തിവിരോധം അല്ലല്ലോ, ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ള വഴി. അന്നേരം അത് അടുത്ത ആൾക്ക് വളമാവുക. ആരുടെ ഒരു സെന്റ്, ഒരു ഇഞ്ച് ഭൂമി പോലും ഒരാളുടെ ആധാരത്തിലുള്ളത് നമുക്ക് വേണം. ഇവിടെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. വേറെ അവരുടെ ഒരു കാശ് കൊടുത്ത് മേടിച്ച് ഒരു ഇഞ്ച് ഭൂമി പോലും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ഈ പാടത്തെ നെല്ല് ഇവിടെ കമ്പികൊണ്ട് വെട്ടി എങ്ങനെ നെല്ല് ഞങ്ങൾക്ക് 10-40 വർഷം തൊട്ട് കിണ്ടലിയാക്കി പാടത്തെ കൃഷിയുടെ സകലമായ കാര്യമായി ഈ കച്ചിക്കെട്ട് കിണ്ടലിയാക്കി വന്നുകൊണ്ടിരുന്ന ആളാണ്. ഈ പാടത്തൊന്നും ഓരോ ഈ വഴിയിലെ വണ്ടി വരുള്ളൂ. അവിടെ നിന്ന് ഇവിടെ 3 പേര് വെട്ടി ഇതിലെ എങ്ങനെ 100 പറ നെല്ലും ചുമന്നുകൊണ്ട് നിസ്സാരം 50 കിലോ നെല്ലും ചുമന്നുകൊണ്ട് എങ്ങനെ കയറി വരും? ഇല്ല, ഇതിനെ വരിഞ്ഞ് വരാൻ പറ്റത്തില്ല. ഒരു പാടശേഖരത്തിലേക്ക് ട്രാക്ടർ ഇറങ്ങാനും, അതായത് പാടത്തെ പണിക്കാരിറങ്ങാനും, കൊയ്ത്ത് മെഷീൻ ഇറങ്ങാനുമുള്ള വീതി അന്ന് തൊട്ട് എവിടെ ഉള്ളതാണ്. അത് ഈ ഇത്ര ഏരിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങളുടെയൊക്കെ എന്റെ വെല്ലിച്ചം തൊട്ട് ഞങ്ങളെല്ലാം കൃഷിക്കാരെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് പാടത്തെ വിത്ത് കെട്ടി അത് കൊയ്ത് കയറുന്ന വരെ പാടത്തെ സകലമായ കാര്യങ്ങളും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ ഇതൊരാളുടെ ഭൂസ്വത്തല്ലേ, സർക്കാരിന്റേതാണ്. സർക്കാരിന്റെ വസ്തുവായി വസ്തുവാണ്. അത് കൈകാര്യം ആർക്കും അനുവദനീയമല്ല. ഇതുപോലെ ഈ പൊക്കത്തിൽ തന്നെ അവിടെ
ആ അല്ല ഞാനിതിന്റെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം പിന്നെ വാർത്ത കൊടുക്കേണ്ടതെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അന്നേരം ഇതുവരെ മാറ്റാഞ്ഞ് വന്നപ്പോഴത്തേനാണ് അവര് ഇത്രയും ദിവസമായി അതെ അതെ ആ ഞാനോർത്ത് ഇനിയും വലിയ നമ്മളിപ്പോ അവര് മാറ്റുകയാണെങ്കിൽ പിന്നെ വാർത്ത കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്ത്. JCB മാന്തമുണ്ട് ഈ കെട്ടിന്റെ കല്ലോട് കൂടിയായി പറഞ്ഞു. അതുകൊണ്ടോ ആ കെട്ടെന്ന് പറഞ്ഞാൽ സേഫാണ്. അതെ അതെ ഈ കെട്ടിന്റെ മുകളിൽ കണ്ടോ ഒരു ശകലം കോൺക്രീറ്റ് കാണിക്കോ, ഇത് JCB മാന്തി കംപ്ലീറ്റ് പോയി. അതെ അതെ പാടശേഖരത്തിലേക്ക് ഇവിടെ ഒരു റാമ്പ് വേണം കൊടുക്കണം. അവരുടെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അതെല്ലാം കളഞ്ഞല്ലോ. അതെല്ലാം നശിപ്പിച്ചതാണ്. ഇനി അത് പെർമനന്റ് ആയിട്ട് റാമ്പ് വളരെ പറ്റും. കാരണം അങ്ങേ സൈഡ് നോക്കിയാൽ റാമ്പ് കിടക്കുന്നുണ്ട്. ആ പാടശേഖരം അല്ല ഈ പാടശേഖരം, ഇത് രണ്ടും രണ്ടാ. പക്ഷെ ഇതെന്നും കൃഷി ചെയ്യുന്നു, എല്ലാ വർഷവും കൃഷിയുള്ളതാണ്. ഇതൊരു ജലസംഭരണിയാണ്, അത് നികത്തിയെടുത്തോ. ആ ഇത് കണ്ട് ഇവിടെ മാന്തിരിക്കുന്ന കണ്ട് ആണ്ടല്ലേ ആ അല്ലേ ചെറുതായിട്ട് കൈ ഇറക്കിക്കൊണ്ടിരിക്കുക മാന്തിക്ക. അതെ 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 അത് കഴിഞ്ഞപ്പോ അങ്ങോട്ട് മേലോട്ട് കയറിയേ ഇവിടെ കിടക്കുന്ന അതെ അതെ ഇവിടെ കിടക്കുന്നതല്ല മോളിൽ കിടക്കുന്നല്ലേ ാനുള്ള പണിയാണ് ആ വേലിക്കല്ല് മോളിൽ കയറി വന്നിരിക്കുന്നത്. ആ ഗേറ്റ് അല്ലേ ഇവിടെ അങ്ങോട്ട് ചെറുപ്പുഴി എന്ന് പറയുന്നത് ആ എന്ത് ഉദ്ദേശത്തിലാണ് ഈ പുള്ളി ഇവിടെ പണിത്? ഈ തോടിന്റെ ഇപ്പോഴും ഇത് ഇറക്കി പിടിച്ചതാണെങ്കിൽ പോലും ഇത് കണ്ടോ ഈ വീതി കണ്ടോ, ഇത് എന്തുകൊണ്ട് അങ്ങോട്ടില്ല അങ്ങോട്ട് ചെന്നപ്പോൾ അത് പൂർണ്ണമായി ഇല്ലാതായി. അതെ 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 ഇത് ജലസേചനമല്ല ഇത്. അവിടെ കാലുമലക്കുന്നതിലോട്ട് പോകുന്ന ടാങ്ക് അവിടെ വലിയൊരു ടാങ്ക് ഉണ്ട്, അതിന് വലിയൊരു കുളം അവിടെ കുത്തിയിരുന്നതാണ്. ആ കുളം മുഴുവൻ ഇപ്പൊ നശിപ്പിക്കുന്ന രീതിയാണ്. ഇത് എന്തിന്റെ പേരിലാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങോട്ടുള്ള പാടത്തിൽ ആരും ചെയ്തില്ലല്ലോ ഈ കല്ലിടിയിൽ. ഇല്ല അതെ അതെ അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ലെന്ന്. അങ്ങോട്ടും ഈ ഇതുപോലെ തന്നെ നടപ്പാതെ ഇങ്ങനെ പോകുന്നല്ലേ. അവിടെ ഇവിടെ വരെ 3 മീറ്റർ ഉള്ളതാണ്. ഇത് എവിടെയാ? ഇത് അമ്പാട്ടടവിൽ ചെല്ലുന്നതും വരെ ഇതേ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു കുഴപ്പവും ഭാഗവും ചെയ്യാൻ ഒക്കുമല്ലോ, ഇതിലെ വന്നാലല്ലേ ചെയ്യാൻ പറ്റൂ. ആർക്കും ചെയ്യാൻ അതല്ല, ഞാൻ നടന്നു വന്നപ്പോ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാനില്ലേ പോയി ഇയാൾക്കെന്നാന്ന് ചോദിച്ചു. അല്ല ഇതിനെ നടക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിലെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു കിടക്കുവാന്ന്. ഞാൻ പറഞ്ഞു ഞാനില്ല അങ്ങോട്ട് നടക്കുവാന്നു. അതെന്നാന്ന് ചോദിച്ചു. പിന്നെ പുള്ളി ഒന്നും മിണ്ടി. പിന്നെ പുള്ളി മിണ്ടിയെന്ന് പിന്നെ ആദ്യം നമുക്കറിയില്ല. 3 മീറ്റർ ഉള്ളതാണ്. അവിടുന്ന് 3 മീറ്റർ തെങ്ങിനും കേപ്പറം വരെ ഉള്ളതാ പണ്ട്. ഇത്ര ഉള്ളതാ 3 മീറ്റർ ഇതാണ് അവിടുന്ന് 3 മീറ്ററാ. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അത് കോൺക്രീറ്റ് കെട്ടോ അല്ലേ. ഈ കെട്ടാൻ 3 മീറ്റർ അങ്ങോട്ടുണ്ട്. ആ 3 മീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാടത്തെ നെല്ലും കച്ചിയായിട്ട് സുഗമമായിട്ട് നടന്ന് കരക്കി കയറാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഈ കെട്ടിനോട് ചേർത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടാ ഇത് വാക്ക് ഞങ്ങളുടെ വസ്തുവാണെന്ന് പറഞ്ഞ വേലി കെട്ടി വെച്ച ഈ പാടത്തെ നെല്ലും കച്ചിയായിട്ട് എങ്ങനെയാ കരക്കോട്ട് കയറുന്നത്? ചെക്കിടാൻ പോലെ കയറ്റി ഉണ്ടാക്കി വെച്ചാൽ എങ്ങനെ നമ്മള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ മുതൽ എങ്ങനെ കരക്കി കയറ്റും? പാടുപെട്ട് കൃഷി ചെയ്ത് നെല്ലുമായിട്ട് വന്നു കഴിയുമ്പോൾ എങ്ങനെ കയറി പോകും? ആ നമുക്കറിയണ്ടോ?
ഇവിടുന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന വാഹനങ്ങളൊക്കെ കാണുന്നത് അമ്പാട്ടുകട വഴിയാണ്. പനച്ചിക്കാട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപം അങ്ങോട്ടാണ് ഈ വഴി പോകുന്നത്. അവിടെയെല്ലാം ഈ പാടശേഖരം കിടക്കുന്നുണ്ട്. ഇതിവിടുന്ന് അങ്ങോട്ട് ഇതല്ല ഉള്ളതാണത്. ഇതന്ന് ഒരു വെള്ളം ഒഴുകുന്നു. അമ്പലത്തിന്റെ അവിടെ വരെ ഉള്ളത്. അല്ല, ഈ ചാൽ അങ്ങോട്ട് അവിടം വരെ ഉണ്ടോ? ആ ആണല്ലേ. അതിന്റെ പ്ലാനൊക്കെ എൻ്റെ ഉണ്ട്. 800 മീറ്റർ ഉണ്ട്. 800 മീറ്റർ. അല്ല, അതിപ്പം കയ്യേറിയിരിക്കുകയാണല്ലോ. 210 അതിന്റെ വീതി. ആ, അതിന്റെ തുടർച്ച PN പീതാംബരന്റെ വീടിന്റെ അവിടം വരെയും വരും. ആണല്ലേ. അതെല്ലാം അവിടെ വന്നാ നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ എല്ലാം അടഞ്ഞടഞ്ഞു. അതെ. ആ ആ. ഇവിടുന്ന് വെള്ളം കേറി ചെന്ന് തേങ്ങ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഈ വെള്ളം? ഇവിടെ പണിക്ക് വേണ്ടി, അതായത് വാച്ചാലിന് വെട്ടാനുള്ള. അല്ല, ഇത് കെട്ടിപ്പോ പഞ്ചായത്തിന്റെ അനുമതി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയത് പഞ്ചായത്ത് അറിഞ്ഞു. അല്ല, ഇത് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമല്ല ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത്. വെള്ളം വിഷയം പോകും ഈ ഗേറ്റുള്ളിടത്തോളം കാലം. അതല്ലേ പ്രശ്നം. നീ ഹെലികോപ്റ്റർ മാത്രമേ ഉള്ളൂ. അതെ അതെ. അത് ഉദ്ദേശിച്ചായിരിക്കും. ഇപ്പോഴത്തെ അയാളെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കും. അവിടെ റാമ്പിട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് അതായത് കൂടി വരാം. തെങ്ങിന്റെ കാര്യം കൂടി വരാം. മീറ്ററുള്ള ഇതിപ്പോ നാട്ടുകാരോട് വെല്ലുവിളിക്കുന്ന രീതിയായി പോയില്ല ഈ ഒരു വ്യക്തി. പിന്നെ എത്ര ദിവസമായി ഒരാഴ്ച നാട്ടുകാരോട് വെല്ലുവിളിക്കുന്ന ഇതിപ്പോ ഏറെക്കുറെ സ്ഥാപിച്ചിട്ട് എത്ര ദിവസമായി കാണും? ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞല്ലേ? പ്രസിഡന്റ് പ്രസിഡന്റ് വന്ന് അങ്ങനെയുള്ള സമ്മതിച്ചാണല്ലോ മാറ്റിക്കൊള്ളാം. അല്ല, കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു മാറ്റാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇതുവരെ മാറ്റി. ഇത് മാറ്റാത്ത എന്തുകൊണ്ടാണെന്നാണ് നമുക്കറിയാൻ വെള്ളപ്പൊക്കം വരും. ആളുകളുടെ വരവ് നടക്കും. അതെ അതെ അതെ. വരാൻ പോകുന്നു. ഇനി 6 മാസം കഴിഞ്ഞേ മാറ്റുന്നില്ല. ഞാൻ പോയിട്ടെടുത്ത് അല്ലല്ല, അത് ചേട്ടാ നിയമത്തിന്റെ വഴി തന്നെ പോട്ടെ. കാരണം അവര് സ്ഥാപിച്ചേ. അതെ അതെ. എല്ലാരും വിളിക്കുമ്പോഴത്തേന് ഫോൺ എടുക്കും. ഇപ്പം തിരിച്ചു വിളിക്കാം. ഇന്ന് സെക്രട്ടറി ഇപ്പൊ വിളിക്കാൻ വിളിക്കുന്നില്ല. എന്നെ പണിയാണെന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ ആണോ പുള്ളിയുടെയാണോ? പഞ്ചായത്ത് അല്ലെങ്കിൽ വല്ല സ്കീം ചെയ്തല്ലോ. അവിടെ ഇവിടെ കണ്ടൊക്കെ കടന്നതാ. അതെടുത്ത് വെക്കുന്നു. പഴയ തൂമ്പിന്റെ നാവാ കിടക്കുന്ന തൂമ്പ. പഴയ എനിക്ക് നിങ്ങൾക്ക് ഇത് കണ്ട തൂമ്പുകൾ PVC ഇത് തൂമ്പ. ഈ കെട്ടിന്റെ ബാക്കി ഇവിടെ കിടന്ന തൂമ്പായിട്ടുണ്ടായിരുന്ന നമുക്ക് എടുക്കാൻ നോക്കി എടുക്കും. ആണല്ലേ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടുന്ന പിരിവാണ്. ആണല്ലേ. അവർക്ക് ചെയ്തുകൊണ്ട് ഈ കെട്ട് ഈ രീതിയിൽ ഇങ്ങനെ 3 മീറ്റർ നെടുന്നില്ല അങ്ങ് വരെ. അങ്ങോട്ട് ഇല്ലാതായി പോയല്ലേ? ഞാൻ ഇതിന്റെ പേരിൽ എത്ര നാൾ കോടതി കയറിയത്. ആണല്ലേ. പിന്നെ ഇന്ന് 10 വർഷം കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് കടമലക്കുന്നിലുള്ള ആളുകൾ മുഴുവൻ കൂടെ സാറ് മുഖ്യമന്ത്രിയായിട്ടുള്ള സമയത്ത് പറഞ്ഞു, സാറ് ഞങ്ങൾക്ക് പറ്റിയ ആവശ്യമേ ഉള്ളൂ. വെള്ളം വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഡിസംബർ ആകുമ്പോഴേ അവിടെ വെള്ളം പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടാനായിട്ട് അതിനെന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, കണ്ണകുളങ്ങര വാച്ചാൽ ഇരുന്നല്ലൂർ കണ്ണകുളങ്ങര വാച്ചാൽ പിന്നെ അത് അപ്പടി അടഞ്ഞു കിടക്കുകയാണ്. അത് നേരെയാക്കി കിട്ടിയാൽ അവിടെ വെള്ളം വരുമ്പോൾ കുളത്തിൽ വെള്ളമാകും, ഞങ്ങൾക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേ സാർ അന്ന് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ അന്ന് തന്നെ ആ വർഷം തന്നെ അതിന് ഫണ്ട് അനുവദിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ അതിന്റെ സർവേയിൽ കാണിക്കുന്ന അളവിലൊന്നും അവിടെ ഇല്ല, കൈയേറിയിരിക്കുക. അന്ന് താലൂക്ക് സർവേർക്ക് അപേക്ഷ കൊടുത്തു. അപ്പൊ അവർ സ്റ്റേക്ക് പോയി. ഒരു ഡോക്ടർ വിജയലക്ഷ്മി ആയിരുന്നു. അവർ അവസാനം അതിന്റെ വർക്ക് എടുത്ത മെമ്പർ എന്ന നിലയിൽ എന്റെയും കൺവീനറുടെയും ജോയിന്റ് കൺവീനറുടെയും ചെയർമാന്റെയും പേര് ഞങ്ങളുടെ 3 പേരുടെ പേര് കേസായിരുന്നു. വർഷങ്ങളോളം ആ കേസ് ബിനോയ് ടോം ആണ് ആ കേസിൽ ഞങ്ങളുടെ വക്കീല്. കാരണം പുള്ളിക്ക് അവിടെ സ്ഥലമുള്ളതുകൊണ്ട് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം രീതി ചാറുള്ളതാണ്. ബിനോയ് ടോം ഇതിനകത്ത് ഒരു അംഗവാ. കാരണം പുള്ളിക്ക് അവിടെ സ്ഥലമുണ്ട്. അങ്ങനെ പറഞ്ഞ് കേസ് നടന്ന് ലാസ്റ്റ് കേസ് അവർക്ക് പ്രതികൂലമാകുമെന്ന് കണ്ടപ്പോൾ അവർ കേസ് അവർ പിൻവാങ്ങുമായിരുന്നു. അവരുടെ അമ്മ കോടതി വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ കേസ് പിൻവലിച്ചു. അങ്ങനെയാണ് ആ കേസ് മാറുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 8 ലക്ഷം രൂപ അനുവദിച്ചു. സർവേ നടത്തി അത് പണി തുടങ്ങിയ കാലം വന്നപ്പോൾ നമ്മുടെ ഭരണസമിതിയുടെ കാലം കഴിഞ്ഞു. കാരണം ഇത് ചെറിയ കാര്യമല്ല. ഒരു താലൂക്കിൽ നിന്ന് റീസർവേർ വന്ന് അളക്കുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നടക്കുന്ന കാര്യം. അത്രയും വരെ ആക്കി സകല പേപ്പറും കറക്റ്റ് ആയതിനു ശേഷം വന്നിട്ട് പിറ്റേ പ്രാവശ്യം ആ ഫണ്ട് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വന്നാലേ പറഞ്ഞു, ഇനി ആ ഭാഗത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. കാരണം അതുപോലെ
നമ്മൾ കഷ്ടപ്പെട്ടതാണ്. താലൂക്ക് ഓഫീസുകളിൽ എത്ര ദിവസങ്ങളോളം കയറി ഇറങ്ങി നടന്നിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. ഒരാളെ കൊണ്ടുവന്നു, അവരിവിടെ വരുന്നു, ഒരു ദിവസം പണിതേച്ച് പോകുമ്പോൾ പിറ്റേ ദിവസം അവർക്ക് അവരില്ല അവിടെ. അതാണ് പ്രശ്നം. വില്ലേജ് ഓഫീസ് വരുമ്പോഴേ അവരെ പുറകോട്ട് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായി. ഈ വീതി, ഈ എണ്ടിന്റെ വീതി ഉണ്ടോ? ഈ എണ്ടിന്റെ വീതി ഉണ്ട്. ഈ വീതിയിൽ അങ്ങ് വരെ ഉള്ള അപ്പൊ ആ തെങ്ങ് ചുവട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വേര് പുറത്തോട്ട് ഇവിടെ മാത്രമല്ല, കണ്ണവളങ്കര 8-10 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുറെ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. രണ്ട് മഴ പെയ്യുമ്പോൾ മേലിൽ വരുന്ന വെള്ളം മുഴുവനും മഴക്കാലത്ത് കുത്തി ഒഴുകി വരുന്ന വെള്ളം ആ കുന്നുംപുറത്തു നിന്ന് മുഴുവൻ ഒഴുകി വരുന്നത് ഇങ്ങോട്ടാണ്. അത് ഈ ചാൽ വഴിയാ വരേണ്ടത്. അതിവിടെ ചാലില്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ അവിടെ കെട്ടി നിന്നിട്ട് അവരുടെ വീട്ടിൽ വെള്ളപ്പൊക്കമാണ്. ഈ താഴ്ന്ന വീട്ടിലൊക്കെ വെള്ളം കയറിക്കൊണ്ട് മുഴുവൻ വെള്ളപ്പൊക്കമാണ്. അതാണ് പ്രശ്നം. കണ്ണവളങ്കര മൂലയിലുള്ള വീടുകളിൽ മുഴുവൻ വെള്ളപ്പൊക്കം. അതിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അത് ഈ ചാല് ശരിയായാൽ വലിയ വെള്ളത്തിൽ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ എല്ലാം ഇങ്ങോട്ട് തള്ളി പോകുന്നുണ്ടല്ലോ. പോരേണ്ടതാണ്. വേനൽക്കാലത്ത് ഈ ലെവലില് കുളത്തിന്റെ ലെവലിൽ ഇത് കാത്തിട്ടാല് കുളത്തിന്റെ അടിയിൽ എപ്പോഴും വെള്ളം കിട്ടും. എപ്പോഴും ആ കുളത്തിൽ വെള്ളം കിട്ടും. ഭയങ്കര ടോപ്പ് മലയാണ്. അവിടെ ഈ സൈഡ് പോലെ തന്നെ ഇപ്പറേ ഉണ്ട്. താഴ്മലക്കുന്നിന്റെ ചെരുവിയിൽ വരുന്ന വെള്ളം ഇപ്പറ തുടിക്കാമലക്കുന്നിന്റെ താഴെ ഒരു കുളമുണ്ട്. തുടിക്കാമല കുടിവെള്ള പദ്ധതിയുടെ അതിലൊരു വാച്ചാലുണ്ട്. അതിനുകൊണ്ട് ഇതുപോലെ ഒരു വാച്ചാൽ അത് ഇവിടെ പുളിത്തോട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് ചെല്ലുന്നതാണ്. അതും ഇപ്പം വന്ന് അതില്ല. അപ്പൊ വ്യാപകമായ കയ്യേറ്റാണ് എല്ലായിടത്തും നടന്നിരിക്കുന്നത്. എല്ലായിടത്തും നടന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ കുടിവെള്ളമില്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ ഒന്ന് ഓർക്കണം, നമ്മുടെ നാട്ടിൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവല്ല. ഈ കാളിമലക്കുന്നും ഉടിക്കാമലക്കുന്നും ഒക്കെ ഉണ്ട്. അവിടെ പെയ്യുന്ന വെള്ളം താഴ്വാരങ്ങളിൽ നന്നായിട്ട് ഉറവയുണ്ട്. പക്ഷെ ആ വെള്ളം വരകയും പോവുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ അടച്ചു വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം. അതെ അതെ, ഈ രണ്ട് പ്രശ്നവും അതല്ല ഇപ്പം ചെറിയ ഒരു മഴ പെയ്താൽ വെള്ളപ്പൊക്കമായി മാറുകയല്ലേ. വെള്ളം തള്ളി പോകുന്നില്ല ഇങ്ങോട്ട്. പോണില്ല. ശരിയാ, അതും പുറമ്പോക്കായിരിക്കും ആ ഗേറ്റ്. ഈ രണ്ട് ഗേറ്റ് ഒരുപോലെ വെച്ചതാ. നാട്ടിലുള്ള ആളുകളുടെ ഒരു ബലഹീനത. പിന്നെ അതെ അതെ, ശക്തമായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. ആളുകളെ വെറും എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇല്ലാതെ അതെ അതെ അതെ. ഭയങ്കര കാടില്ല. അവിടെ അറിഞ്ഞിരിക്കുക. നമ്മൾ ആ ദേമുക്കിനെ അങ്ങോട്ട് പോകുന്നതൊക്കെ അറിഞ്ഞിരിക്കുക. ആണല്ലേ, പോയിട്ട് ഇത്രയും പോലും ഇല്ല. മുഴുവൻ കയ്യേറി മണ്ണടിച്ചു പൊക്കി. ഇവിടെ ഈ ഗേറ്റ് വെച്ച് നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ ഈ വിവരം അറിഞ്ഞതാണ്. ഞാൻ അന്നേരം പഞ്ചായത്തിൽ ചെല്ലുകയും പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയും ചെയ്തപ്പോഴത്തേന് സ്ഥലത്തിൻ്റെ ഉടമയോട് അത് നീക്കം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർ 2 ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു വാർത്ത കൊടുക്കേണ്ടതും കരുതിയാണ് ഞാൻ ഇരുന്നത്. എന്നാൽ ഇതുവരെ അത് നീക്കം ചെയ്യാത്തതുകൊണ്ട് ഇപ്പം സ്ഥാപിച്ചിട്ട് 5 ദിവസമായി. പ്രസിഡന്റ് പറഞ്ഞ ദിവസം പോലും അവർ നീക്കം ചെയ്തിട്ടില്ല. അവർ തന്നെ പറഞ്ഞതാണ് ഞങ്ങളത് മാറ്റിക്കൊള്ളാമെന്ന് പറഞ്ഞാണ്. എന്നിട്ട് അവർ മാറ്റാതെ വന്നുകൊണ്ടാണ് ഇന്ന് പാടശേഖര സമിതി എല്ലാവരും കൂടി എന്നെ വിളിക്കുകയും ഈ വീഡിയോ നിങ്ങൾ കാണാനിടയായതും. അപ്പോൾ ഉടൻ തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരെ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. നമ്മൾ അതിന് പിന്നീട് പറയാതിരിക്കുമ്പോഴത്തേനാണ് കൂടുതൽ കയ്യേറ്റങ്ങൾ പുതുപ്പള്ളിയിൽ ഉണ്ടാകുന്നത്.